Hello friends, welcome back to Ashkar Techie. No, this is not my today intro. My today intro is Hello friends, welcome back to 5 minute craft. എൻ്റെ കോപ്പിറൈറ്റ് ദൈവങ്ങളെ കാത്തോളണേ. കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്നത് 5 മിനിറ്റ് ക്രാഫ്റ്റ് ആണ്. അപ്പോൾ 5 മിനിറ്റ് ക്രാഫ്റ്റിന് അവർ കോപ്പിറൈറ്റ് തരും സ്വാഭാവികമായിട്ട്. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഇവൻ എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്ന്. എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, എക്സാം കഴിഞ്ഞു. പിന്നെ വീഡിയോ ഇടാൻ നോക്കും. നമ്മൾ ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര സീനാണ് ഗൈസ്. അതാണ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആകുന്നത്. അതിന് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ ഇടാൻ നോക്കും, പക്ഷേ അത് കോപ്പിറൈറ്റ് ഒന്ന് അടിച്ചു പോകും. അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് വീഡിയോ കിടക്കുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. നിങ്ങൾ അതൊന്ന് ഫുള്ളായിട്ട് കാണണം പ്ലീസ്. കുറച്ച് സമയമുണ്ട്, നിങ്ങൾ അതൊന്ന് ഫുള്ളായിട്ട് കാണണേ, ഫുള്ളായിട്ട് പ്ലീസ്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഗൈസ്, ഹാക്സ് നമ്പർ 1, ബാത്റൂം ഹാക്സ്. യെസ്, ഒരു ബ്രഷ് എടുക്കുന്നു. സാധാ നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷാണ്. അതൊരു സിഗർ ലാമ്പ് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ ഉരുക്കിയിട്ട് വളച്ചെടുക്കുന്നു. ഓ സെറ്റ്, വളച്ചെടുത്തു. എന്തിനാണെന്നറിയത്തില്ല, എന്തായാലും നല്ലതിനാവട്ടെ. അത് ശരിയാ, അത് നല്ലതാണ്. ടോയ്ലറ്റിൻ്റെ ഈ ഉൾഭാഗം ഉണ്ടല്ലോ, അത് കഴുകാൻ നല്ല പരിപാടിയാണത്. ബ്രഷിൻ്റെ ആ ഒരു ഭാഗം സിഗർലൈറ്റ് യൂസ് ചെയ്തിട്ട് ചൂടാക്കുക, എന്നിട്ട് വളച്ചെടുക്കുക, ഇതിങ്ങനെ തേച്ച് കഴുകുക. എന്നിട്ട് രാവിലെ എണീച്ച് പല്ല് തേക്കാൻ നേരത്ത് ബ്രഷ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ബ്രഷ് ഒന്നുകൂടെ സിഗർ ലാമ്പ് യൂസ് ചെയ്തിട്ട് നേരെ ആക്കുക, എന്നിട്ട് പല്ല് തേക്കുക. സെറ്റ് അല്ലേ? എന്ത് പറയാനല്ലേ, 5 മിനിറ്റ് ക്രാഫ്റ്റ് നല്ല പേര്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇതിനൊക്കെ എന്താണ് ഗൈസ് പറയേണ്ടത്? ഇതൊക്കെയല്ലേ ലൈഫ് ഹാക്സ്? ഇതൊക്കെയാണ് ലൈഫ് ഹാക്സ് എന്ന് പറയുന്നത്. എന്തായാലും കിടലനായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. ഒരു ചോക്ലേറ്റ് പൗഡറാണ്. ചോക്ലേറ്റ് പൗഡർ ഇങ്ങനെ ഒരു സ്പൂണിൽ ഇങ്ങനെ കോരി എടുക്കുന്നു. അതിങ്ങനെ താഴോട്ട് വീഴുന്നുണ്ട്. നോ, അത് തെറ്റാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. പിന്നെ എങ്ങനെ ചെയ്യേണ്ടത് വാവേ? ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. റബ്ബർ ബാൻഡ് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇടുക. പിന്നെ വേഗം കാണിക്കടാ. പിന്നെ സ്പൂൺ കൊണ്ട് പൗഡർ കോരി എടുക്കുക. മാൻ, ഇതാണ് ശരി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ സ്പൂൺ ഉപയോഗിച്ച് ചോക്ലേറ്റ് പൗഡറോ എന്ത് പൗഡർ ആയാലും അരിപ്പൊടി ആയാലും എന്ത് പൊടി ആയാലും ഇങ്ങനെ കോരിയിട്ട് സൈഡിൽ ഇങ്ങനെ തട്ടിയാൽ അതിൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഭാഗം അഥവാ പുറത്തോട്ട് വീഴും എന്ന് ഉള്ള ഭാഗങ്ങൾ അത് ആ കുപ്പിയിലോട്ട് തന്നെ വീഴും. അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു റബ്ബർ ബാൻഡ് എടുക്കുക, കുപ്പിയുടെ ചുറ്റും ഇടുക, എന്നിട്ട് ഇങ്ങനെ കോരി എടുക്കുമ്പം ആ റബ്ബർ ബാൻഡിൽ തട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗം ആ കുപ്പിയിലോട്ട് വീഴും. ലൈഫ് ഹാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഗൈസ്. ദെൻ നെക്സ്റ്റ് കാണാം. മൊബൈൽ. ഇതെന്താ സംഭവം? എന്തോ ഒരു സംഭവം ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വേഗം പെട്ടെന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച്. ഇത് എന്തുവാ ഇത്? ഗ്ലൂ ഗൺ. ഗൈസ്, മൊബൈലിൽ അണ്ടർവെയർ. ഇത് നിങ്ങൾ ഒരിക്കലും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഗൈസ്. ഇത് എൻ്റെ വീഡിയോയിലാക്കി നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. മൊബൈൽ നിങ്ങൾ എവിടെയെങ്കിലും അണ്ടർവെയർ കണ്ടിട്ടുണ്ടോ? വേറെ എല്ലാത്തിനും നിങ്ങൾ അണ്ടർവെയർ കണ്ടിട്ടുണ്ടാവും. പട്ടിക്ക് അണ്ടർവെയർ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്യാറ്റിന് അണ്ടർവെയർ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ അണ്ടർവെയർ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മൊബൈൽ നല്ല ആരുടെ മൊബൈലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ 5 മിനിറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലൈഫ് ഹാക്സ് നിങ്ങൾ കാണിച്ചു തരും ഗൈസ്. നമ്മൾ മൊബൈലിൽ നിങ്ങൾ ഈ ഒരു മൊബൈലിനെ ചാർജ് ചെയ്യുന്ന സ്ഥലത്തൂടെ ചാർജ് ഇങ്ങനെ താഴോട്ട് വീണ് പോകുന്നതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അണ്ടർവെയർ ഉണ്ടാക്കി ഇടുക. ഇതേപോലെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചെന്നല്ലോ, നിങ്ങൾക്ക് കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു ചെറിയൊരു അണ്ടർവെയർ ഉണ്ടാക്കുക. മൊബൈലിൻ്റെ അതേ ഒരു ഷേപ്പിൽ അണ്ടർവെയർ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ മൊബൈലിൽ ഇടുക. ചാർജ് ഒരുപാട് കാലം നിൽക്കും ഗൈസ്. അതിനാണ്. അല്ലാതെ പിന്നെ എന്ത് തേങ്ങക്കാ ഇത്? എന്തിനാ ഇത്? എൻ്റെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. വേറെ ലെവൽ. നമ്മുടെ ഫേവറേറ്റ് വേർഡ്സ് ആണ്. വേറെ ലെവൽ. ഓക്കെ, നമുക്ക് ബാക്കി കാണാം ഗൈസ്. ഓക്കെ, ഒരു കിൻഡർ ജോയ് എടുത്തിട്ടുണ്ട്. കിൻഡർ ജോയുടെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അതിനുള്ളിലൊക്കെ തീർത്തും തോന്നുന്നു. എന്തായാലും കുറേ ഹോൾസ് ഇടുന്നുണ്ട്. ഹോൾസ് ഇട്ടിട്ട് അതിൽ പെപ്പറാണോ കുരുമുളക് പൊടി, എന്തോ തേങ്ങയാട്ടെ, എന്തോ ഒരു പൊടി അതിട്ടു. ഗ്ലൂ ഗൺ യൂസ് ചെയ്തു, അത് ഒട്ടിച്ചു. ദെൻ തലച്ചോറ് നായി തിന്ന് പോയാൽ പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് ഞാൻ ഇതിൻ്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? എന്നാൽ അതിലിടുമ്പോൾ കുറച്ച് തോന്നിട്ടൂടെ? ഇതിപ്പോൾ തീർന്നു, ഒരൊറ്റ ആക്കും കൂടി യൂസ് ചെയ്യാനില്ല അത്. കിൻഡർ ജോയിലെ തോടല്ലേ, അത് വെച്ച് വേറെ അവരുണ്ടാക്കാൻ മതി. ഉണ്ടാക്കുമായിരിക്കും. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന്
കൈയിട്ട് വാരി തിന്നുന്നുണ്ട്. നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ ചെയ്യേണ്ടത്? അടി ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒരു ചാക്ക് ഇരിക്കുന്ന പോലെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ട് അതിൽ നിന്നിട്ട് എടുത്തിട്ട് തിന്നുക. യെസ്, അതാണ് ശരി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. മറ്റേതിങ്ങനെ വലിച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ കൈയിട്ട് വാരി തിന്നാൽ ഒരു തൃപ്തി ഉണ്ടാവില്ല. അതായിരിക്കും ഇങ്ങനെ നല്ലപോലെ സെറ്റാക്കിയിട്ട് അടിഭാഗമൊക്കെ ഉള്ളിലോട്ടാക്കി ഒരു ചാക്ക് പോലെ ആക്കിയിട്ട് അതിൽ കൈയിട്ട് തിന്നു ഒരു പ്രത്യേക സുഖമായിരിക്കും. അല്ലാതെ എന്ത് തേങ്ങ ഇതിലുള്ളത്? ഓരോ ലൈഫ് ഹാക്സ് ആണ് പോലും. എന്തായാലും നമുക്ക് ബാക്കി കാണാം ഗൈസ്. ഓക്കെ, ഇതെന്താ റോളർ? ഇതെന്താക്കുക? ഓ, പെയിന്റിങ് ലൈഫ് ഹാക്ക്. എന്നിട്ട് മോത്താണോ അടിക്കുന്നത്? എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാവും. ആ പൊട്ടിക്കുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിട്ടും. അവരോട് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന സാധനമാണത്. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന റോളർ അതിൽ വെച്ചിട്ടുണ്ട്. അത് പൊട്ടിക്കാൻ ഭയങ്കര സുഖമാട്ടോ. വേറെ ലെവൽ സാധനം അത്. ഒരു പ്രത്യേക തരം ഫീലാണ്. ഓക്കെ, അത് ഒട്ടിച്ച് ഒരു ഗ്ലൂ ഒക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ചിട്ട് അത് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതെന്താ? ഡിസൈന് വേണ്ടിയിട്ടാണോ പെയിൻറ്റിങ് ലൈഫ് ഹാക്സ്? ഓ മാൻ, ഡിസൈൻ നോക്കിയേ എൻ്റെ പൊന്നെ, വേറെ ലെവൽ. ഇതാണോ ഡിസൈന്? ഇതാണ് പെയിൻറ്റിങ് ലൈഫ് ഹാക്സ്. ഒരു ഭാഗം ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടോ, പിന്നെ മറ്റുള്ള ഭാഗത്ത് തീരെ ഇല്ല. പെയിൻറ്റിങ് ലൈഫ് ഹാക്സ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം. നിങ്ങളുടെ വീട്ടിലെ ഭിത്തിയൊക്കെ ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസകൾ 100-200 രൂപയ്ക്ക് ഒരു റോളർ വാങ്ങുക, പിന്നെ ഒരു കുപ്പി പെയിൻറ്റ് വാങ്ങുക. ഇങ്ങനെ ആ ഒരു പൊട്ടിക്കുന്ന സാധനം വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് പെയിൻറ്റ് അടിച്ചാൽ മതി. നിങ്ങളെ ഭിത്തി നല്ല ഡിസൈൻ ആയിരിക്കും. ഓക്കെ, നല്ല കിടിലം ഭിത്തി ആയിരിക്കും, നല്ല രസം ഉണ്ടാകും കാണാൻ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതെന്താ? മുടി വാരുവല്ല. അതിങ്ങനെ ചുരുട്ടിയിടുന്ന പരിപാടിയാണ്. മുടി ഇങ്ങനെ ചുരുട്ടി വെക്കുന്ന പരിപാടി ഇല്ല. അതെനിക്കറിയില്ല എന്താ സംഭവം എന്ന്. പഴം ബനാന ലൈഫ് ഹാക്സ് ആണോ? മറ്റേ ആ ചൂടാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്ന സംഭവം ഉണ്ട്, മുടി ഇങ്ങനെ ചുരുളാൻ വേണ്ടി. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പെങ്ങന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും ആ ഒരു ചൂടാക്കി ഇങ്ങനെ തിരിക്കുന്ന സംഭവം ഉണ്ട് മുടി ചുരുളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? 1 കിലോ പഴം കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി അവിടെ വെക്കുക, റബ്ബർ ബാൻഡ് ഇട്ടിട്ട്. സെറ്റായിരിക്കും. അല്ല, ചൂട് വേണ്ടേ? ചൂട് ചിലപ്പം വേണ്ടായിരിക്കും. അതായിരിക്കും. എന്തായാലും ലൈഫ് ഹാക്സ് ഒരു രക്ഷയില്ല. കിടിലൻ ലൈഫ് ഹാക്സ്. ഇതിനൊക്കെ എന്താണ് ഗൈസ് പറയണ്ടത്? എനിക്കൊന്നും പറയാനില്ല ഗൈസ്. നമുക്ക് നെക്സ്റ്റ് കാണാം. ഓക്കെ, പെൻസിൽ ലൈഫ് ഹാക്സ് ആണോ? പെൻസിൽ കൊണ്ട് എന്തോ വരയ്ക്കുകയാണ്. അങ്ങനെ വരച്ച് ഡ്രോയിങ്ങിൽ മുഴുകിയിരിക്കുമ്പോൾ അത് പൊട്ടിപ്പോയപ്പോൾ ഒരു കോൾഗേറ്റ് എടുത്ത് കോൾഗേറ്റിൻ്റെ മുൻഭാഗത്ത് വെച്ചിട്ട് അത് അവിടെ ഒട്ടിച്ചു. ഇപ്പോൾ സെറ്റായി ഇപ്പോൾ അത്. എന്തായാലും 5 രൂപക്ക് മേടിക്കാൻ കിട്ടുന്ന പെൻസിൽ മേടിക്കാതെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പെൻസിൽ പൊട്ടിപ്പോയിട്ട് വേറൊരു പെൻസിൽ വാങ്ങാതെ 50 രൂപേൻ്റെ കോൾഗേറ്റ് മേടിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവിടെ ഒട്ടിച്ച നമ്മുടെ ലൈഫ് ഹാക്സ് ക്രിയേറ്റർ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഹീറോ. യെസ്, 5 രൂപക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നം അവിടെ ഉള്ളൂ. അത് 50 രൂപക്ക് തീർത്ത മഹാൻ. ഒരു രക്ഷയില്ല മോനെ, വേറെ ലെവൽ. പിന്നെ കോൾഗേറ്റ് ആകുമ്പോൾ ഇത്ര ഉണ്ടാവും തടി. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് എഴുതണം. നല്ല സുഖമായിരിക്കും. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കിട്ടും ഇങ്ങനെ വലിയ സംഭവം പിടിച്ച് എഴുതുമ്പോൾ. എന്തായാലും ഒരു രക്ഷയില്ല ഗൈസ്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ. ഒരു രക്ഷയില്ല ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം. എനിക്ക് നിങ്ങൾ തരുന്ന ആ ഒരു ലൈക്ക് ഇല്ല, ആ ഒരു ലൈക്ക് കൊണ്ട് നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. പക്ഷേ വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു കിടലം വീഡിയോ ആയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ദിവസം കാണാം. ബൈ.